കരൂർ ദുരന്തത്തിൽ നടൻ വിജയിയെ മൊഴി രേഖപ്പെടുത്താനായി വീണ്ടും CBI വിളിപ്പിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. പൊങ്കലിന് ശേഷമാകും ഇനി വീണ്ടും ചോദ്യം ചെയ്യൽ. ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം പ്രാദേശിക ഭരണകൂടത്തിനാണെന്നാണ് വിജയ് ഇന്നലെ മൊഴി നൽകിയത്. കേസിൽ കൂടുതൽ TVK നേതാക്കളുടെയും മൊഴി CBI രേഖപ്പെടുത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വിജയിയെ ചോദ്യം ചെയ്യുന്നത് ഗുണകരമല്ല എന്ന വിലയിരുത്തൽ BJPക്കുമുണ്ട്. തൗഫീഖ് അസ്ലം തുടരുന്നുണ്ട്. തൗഫീഖ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനിയിപ്പോൾ വിജയെ ഒരു തവണ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു. പക്ഷേ ഇനി വീണ്ടും ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷെ അതിനിടയിൽ തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അപ്പോൾ നിലവിൽ NDAയുടെ കൂടെ അല്ലെങ്കിൽ പോലും NDA വിജയുമായി ചേർന്നൊരു സഖ്യത്തിനൊക്കെ ശ്രമിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ CBI കേസുമായി മുന്നോട്ട് പോകുന്നതും അതിലെ തുടർ നടപടികളും ഒക്കെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് BJP ഭയക്കുന്നുണ്ട്. എന്തായാലും കേസ് അത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മറ്റൊരു ചോദ്യം ചെയ്യൽ കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ജിൽസി, ഒരു ആദ്യഘട്ട ചോദ്യം ചെയ്യലാണ് ഇന്നലെ CBIയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായത്. അതുകൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനിയും വിജയ് ചോദ്യം ചെയ്യാനായിട്ട് CBI ആസ്ഥാനത്ത് എത്തേണ്ടി വരും. ഇന്നലെ 11 മണിയോടുകൂടിയാണ് ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് ചെന്നൈയിൽ നിന്നുള്ള പ്രത്യേക വിമാനത്തിൽ വിജയ് എത്തിയത്. അതിനുശേഷം CBIയുടെ ചോദ്യങ്ങൾക്ക് വിജയ് മറുപടി നൽകുകയും ചെയ്തിരുന്നു. പ്രധാനമായും 2 ചോദ്യങ്ങളായിരുന്നു ഇന്നലെ CBI വിജയോട് ചോദിച്ചത്. ഒന്ന്, ഈ പരിപാടി നടക്കുന്ന സമയത്ത് വിജയ് 7 മണിക്കൂർ വൈകിയായിരുന്നു എത്തിയിരുന്നത്. ആ 7 മണിക്കൂർ വൈകാനുണ്ടായ കാരണം എന്താണ്? ആ വൈകാനുണ്ടായത് മൂലമാണ് ഈ അപകടത്തിന്റെ ആക്കം കൂട്ടാനുള്ള ഒരു സാധ്യത കൂടുതലായത് എന്നുള്ളൊരു കാര്യമാണ് വിജയോട് ചോദിച്ചത്. മറ്റൊന്ന്, ഈ സംഭവത്തിന് പിന്നാലെ വിജയ് അവിടെ നിന്ന് മടങ്ങിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ കൂടി വിജയോട് CBI ഉദ്യോഗസ്ഥർ ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം തനിക്കല്ല എന്നുള്ളൊരു നിലപാടായിരുന്നു. അതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു വിജയ് ഇന്നലെ CBI ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. കാരണം അവിടെ സുരക്ഷ ഒരുക്കേണ്ടിയിരുന്നത് പോലീസായിരുന്നു, അവിടുത്തെ ഭരണകൂടമായിരുന്നു. എന്നാൽ അവരുടെ ഭാഗത്തു നിന്നുകൊണ്ടുണ്ടായ ഒരു വീഴ്ചയാണ് ഇത്തരമൊരു ദുരന്തത്തിന് കാരണമായത് എന്ന കാര്യമായിരുന്നു വിജയ് ഇന്നലെ CBI ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി നൽകിയത്. അതുകൊണ്ട് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പങ്കും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ചടങ്ങ്, ഈ ഒരു പരിപാടി നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെയുള്ള പോലീസിനെ അറിയിച്ചതായിരുന്നു. പോലീസായിരുന്നു ആളുകൾക്കനുസരിച്ച് അവിടെ ഫോഴ്സിനെ കൊണ്ടുവന്ന് അതിലാവശ്യമായിട്ടുള്ള സുരക്ഷ ഒരുക്കേണ്ട ചുമതല പോലീസ് ഉദ്യോഗസ്ഥർക്കായിരുന്നു. എന്നാൽ അവരുടെ ഭാഗത്തുനിന്നുകൊണ്ട് വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടായി. ആ വീഴ്ചയുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു അപകടം അവിടെ ഉണ്ടാവുകയും 41 പേർ അവിടെ മരിക്കുകയും ചെയ്തത് എന്നുള്ളൊരു കാര്യമാണ് ഇന്നലെ CBI ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വിജയ് ചോദ്യങ്ങൾക്ക് ഉത്തരമായി നൽകിയത്. എന്നാൽ അതിൽ CBI ഉദ്യോഗസ്ഥർ തൃപ്തരായിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇനിയും വിജയെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്ന് ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വിജയ്ക്ക് ഇന്നലെ തന്നെ നോട്ടീസ് നൽകി എന്നുള്ള വിവരങ്ങൾ ഇന്നലെ പുറത്തു വരികയും ചെയ്തിരുന്നു. എന്നാൽ പൊങ്കലിന് ശേഷം ഹാജരാകാം, അല്ലെങ്കിൽ പൊങ്കലിന് ശേഷം വീണ്ടും ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. വിജയ് ഇന്ന് രാവിലെയോടുകൂടി ചെന്നൈയിലേക്ക് മടങ്ങും എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇനിയിപ്പോൾ പൊങ്കലിന് ശേഷം മാത്രമായിരിക്കും ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിരന്തരമായിട്ട് വിജയിയെ വിളിച്ച് ചോദ്യം ചെയ്യുകയാണെങ്കിൽ അത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണം ഉണ്ടാക്കും. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ വലിയ സ്വാധീനം വിജയുടെ പാർട്ടിക്ക് ഇപ്പോൾ ലഭിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും വിജയെ നിരന്തരമായിട്ട് ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യുകയാണെങ്കിൽ അത് പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഉൾപ്പെടെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്നലെ ഡൽഹിയിൽ എത്തിയപ്പോൾ മുതൽ നിരവധി ആരാധകർ CBI ആസ്ഥാനത്ത് ഉൾപ്പെടെ തടിച്ചുകൂടുകയും അവരെല്ലാം പോലീസ് നിയന്ത്രിക്കുകയുമാണ് ഉണ്ടായത്. അതുകൊണ്ട് ഇനിയും നിരന്തരമായിട്ടൊരു ചോദ്യം ചെയ്യലിലേക്ക് CBI കടക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് ഇടയാക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇതിൽ കൃത്യമായിട്ട് അതിൽ ഇടപെടലുകൾ നടത്തുമ്പോൾ അതിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള നിർദ്ദേശവും കൂടി കേന്ദ്രം CBI ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ടെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വളരെ വേഗം ഇനിയൊരു ചോദ്യം ചെയ്യൽ ഉണ്ടാകില്ല. ഈ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് പൊങ്കലിന് ശേഷം മാത്രമായിരിക്കും വിജയ് ഇനിയും CBI ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാവുക. ഈ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയായിരിക്കും വിജയോട് ഇനിയും CBI ഉദ്യോഗസ്ഥർ ചോദിക്കുക. അതിനുശേഷമായിരിക്കും CBIയുടെ ഭാഗത്തു നിന്നുകൊണ്ട് വിജയ്ക്കെതിരെ ഒരു നടപടി ഉണ്ടാവുക. നിലവിലൊരു ആദ്യഘട്ട ചോദ്യം ചെയ്യൽ മാത്രമാണ് ഇന്നലെ CBI ആസ്ഥാനത്ത് ഡൽഹിയിൽ നടന്നത്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകും. ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് അറസ്റ്റുകളൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. വിജയ് ഏതായാലും വിശദമായിട്ട് തന്നെ ഈ വിഷയത്തിൽ ഇനിയും CBI ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യും.